ഹലോ, നമുക്കിനി ഈ ഡിസൈൻ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നോക്കിയാലോ. ഇതൊരു സെൻറ്റാങ്കിൾ പ്ലസ് പെയിൻറ്റിങ് തന്നെയാണ് ഞാൻ ഇവിടെ വരയ്ക്കുന്നത്. ആദ്യം ഞാനൊരു ബാക്ക്ഗ്രൗണ്ടൊക്കെ വരച്ചിട്ടുണ്ട് പെൻസിൽ കൊണ്ട്, ഇല്ലെങ്കിൽ തെറ്റിപ്പോവും. അതുകൊണ്ടാണ് എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം. അത് കഴിഞ്ഞ് റൗണ്ടിൽ ഇതുപോലെ ചെറിയ ചെറിയ റൗണ്ട് വെച്ച് ഒരു വലിയ റൗണ്ട് ഉണ്ടാക്കിയെടുക്കണമെന്ന് നമ്മളിവിടെ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ഫ്ലവറിൻ്റെ ഇതളാണ് നമ്മളിവിടെ വരയ്ക്കുന്നത്. അത് നിങ്ങളുടെ ഇഷ്ടാനുസരണം ഏത് ഡിസൈനിൽ വേണമെങ്കിലും വരയ്ക്കാം. പിന്നെ ഈ വരയ്ക്കുന്ന ലീഫൊക്കെ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു ലീഫിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് കണ്ടവർക്ക് വേണമെങ്കിൽ അറിയാൻ പറ്റും. അതിനകത്ത് ഇങ്ങനെ ഫ്ലവർ ഒന്നും ഇല്ലായിരുന്നു, ലീഫ് മാത്രമായിട്ടുള്ള ഡിസൈനായിരുന്നു. ഇതിനകത്ത് ഫ്ലവർ വേണ്ടുണ്ട്, അതാണ് ഇതിൻ്റെ പ്രത്യേകത. അത് കഴിഞ്ഞ് ഞാൻ വേറെ 2 ഫ്ലവറും കൂടി ഇവിടെ വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ലീഫും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള രീതിയിൽ വരച്ചു കൊടുക്കുന്നുണ്ട്. വീഡിയോ കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ മെയിൻ ഐറ്റമായിട്ടുള്ള പെയിൻറ്റാണ് എടുക്കുന്നത്. പെയിൻറ്റ് ഇല്ലെങ്കിൽ സ്കെച്ചാണെങ്കിലും മതി, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിലെടുക്കാം. ഇവിടെ ഞാൻ റെഡ് കളറിലെ പെയിൻറ്റിങ്ങാണ് എടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് ലീഫ് ഡിസൈനിങ് ആണ് ഇവിടെ നടക്കുന്നത്. ഡിസൈൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതുപോലെ തന്നെ വരച്ചെടുക്കാൻ ശ്രമിക്കണം. നമ്മൾ കൂടുതൽ അകന്നു പോകാതെ നല്ല അടുപ്പിച്ച് തന്നെ വരക്കണം. ഞാൻ ഈ സ്പീഡിൽ കാണിക്കുന്നുള്ളൂ, നല്ല ടൈം എടുത്ത് ഭയങ്കര സ്ലോ ആയിട്ടാണ് ചെയ്യേണ്ടത്. എത്രയൊക്കെ ശ്രമിച്ചാലും 1-2 എണ്ണമൊക്കെ കൂട്ടിമുട്ടിയൊക്കെ പോകും. എൻ്റെ അങ്ങനെ കൂട്ടിമുട്ടിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. കൂട്ടിമുട്ടിയാലും വല്ല കുഴപ്പമൊന്നുമില്ല, കാരണം ഇതിൻ്റെ ഇടയ്ക്ക് കാണത്തൊന്നുമില്ല. പക്ഷേ അടുപ്പിച്ചായിരിക്കണം നമ്മൾ വരയ്ക്കേണ്ടത്. കൂടുതൽ അകന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഭംഗി അങ്ങോട്ട് പോകും. അത് കഴിഞ്ഞ് നമ്മൾ ഈ ഓരോ ഇതിനും ഓരോ ഡിസൈൻ കൊടുക്കുന്നുണ്ട്. ഡിസൈൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കുറച്ച് ഭാഗം നമ്മൾ ബ്ലാക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. ഈ പെയിൻറ്റിൻ്റെ പുറത്തുകൂടി ഇങ്ങനെ ബ്ലാക്ക് ആക്കി കൊടുക്കുമ്പോഴത്തേക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നിബിൽ ആ പെയിൻറ്റ് ഒട്ടിപ്പിടിച്ചിട്ട് 2-3 പ്രാവശ്യം അങ്ങനെ എടുത്ത് കളയേണ്ടിയൊക്കെ വന്ന്. എന്നാലും ഞാൻ ബാക്കിയൊക്കെ കൂടി ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ വരയ്ക്കുമ്പോൾ സ്കെച്ച് കൊണ്ട് വരയ്ക്കാനായിട്ട് ശ്രമിക്കണം. സ്കെച്ചായിരിക്കും കൂടുതൽ നല്ലതെന്ന് എനിക്ക് പിന്നെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ലുക്ക്. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, എങ്ങനെയുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണും വരെ ഓക്കെ, ബൈ.